ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് പുട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വല്യമ്മ സുന്ദരി അതെ കൊട്ട കുഴക്കണു. ബീഫും പുട്ടുമാണ് ഇന്ന് കോമ്പറ്റീഷനാണ് മക്കളെ. അപ്പോളേ ഇന്ന് എൻ്റെ ജെസ്സിയും ഇവലൊക്കെ കൂടെ കൊണ്ടോട്ടി പോകാമെന്ന് വിളിച്ചതാണ്. പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. ഊരവേദനയാണ്, തലവേദന ഒന്ന്. അപ്പോൾ അത് വരാൻ ഇപ്പോഴാണ് പുട്ടൊന്നും ഉണ്ടാക്കിയതും. രാവിലെ 6 മണിക്ക് ഹസ്ബൻഡും ചായ 5 മണിക്ക് കുടിച്ചിട്ടില്ല. പിന്നെ നീച്ച് നേരത്തെ നീച്ചാടെ തന്നെ പിന്നെയും പോയി കിടന്നു. 3:30 നീച്ചു. എന്നിട്ട് പിന്നെ വാഷ്റൂമിലൊക്കെ പോയി വന്നു. നമ്മളെ വല്യമ്മ ഒത്ത് തിന്നുന്നു. വല്യമ്മ കൊന്നാളി തിന്നാളി ഇത്തോലെ കുത്തപ്പണി. ആ ഇതാ ബീഫ്, നിങ്ങൾ നാടൻ ബീഫ് ഇതല്ലേ അത് വേണ്ടിയിട്ടില്ലേ ബീഫ് മേടിക്കുന്നതൊക്കെ. എൻ്റെ വല്യമ്മ സുന്ദരിയാ. ചിക്കൻ കറി അടിച്ചാൽ പോയി ബീഫ് കറി. വല്യമ്മക്ക് ഒരു ഫലം ചാറ് വേണം, ഒരുപാട് കറി വേണം. ഞാനൊക്കെ നോർമൽ കറി മാത്രം വെച്ചാൽ അല്ലാതെ കിളുമ്പോഴും ഇഷ്ടമല്ല. കറി ഒരു രസം പുട്ട് നനയാനുള്ള ഒരു കറിയും ഒരു പാത്രം കറി കൊടുന്നാൽ അത് പകുതി മുക്കാലും വല്യമ്മയുടെ അതിൽ വരണം. വല്യമ്മക്ക് നല്ല കറി വേണം. കറി കണ്ടാൻ വെക്കുന്ന ആൾ ഒരു കുഞ്ഞു പാത്രത്തിലാണ്, ഒരു ബൗളിലാണ് കൊടുത്തിരുന്നത് ഈ കറി. അപ്പം ഞാനിങ്ങനെ കുട്ടി ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ അങ്ങനെ ഉരുളൊട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടോ എപ്പോഴെന്തൊക്കെ തിന്ന് തീർത്ത്. അപ്പം നമ്മൾ വലിയപ്പോൾ എല്ലാം കുതിർത്തി. അപ്പോൾ കുട്ടികൾക്ക് ചോറുള്ളട്ടും പോലെ ഇങ്ങനെ ഉരുളട്ടിയിട്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ തിന്ന് നമ്മൾ ഓർക്കാൻ ഉമ്മാർ ചെയ്തത്. ഇവിടെ ഇങ്ങനെ ഉരുളട്ടും എന്നിട്ട് പൂച്ചയെ വെച്ചും അതുപോലൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ ഈ ഉരുളട്ടിയിട്ട് അപ്പോൾ പൂച്ചനെ കാട്ടിയിട്ട് കണ്ണും ഏത് കള്ളപ്പൂച്ചയെ തിന്നുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പൗന്നേരം തീറ്റ. ഇന്ന് തിന്നൊന്നും ഓർമ്മയില്ല, ഒക്കെ കഴിയുമെന്ന് വെച്ചിട്ട് വല്യമ്മയുടെ ആർക്കിലും ഇറച്ചി ഒട്ടുണ്ട് മക്കളെ. പുട്ട് തിന്നോ തിന്ന് മരിച്ചാലുള്ള ഒരു ഭാഗ്യം പഠിച്ചോൻ തരട്ടെ. എൻ്റെ അമ്മക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലൊക്കെ. ആ വലുതായപ്പത്തിന് ഉമ്മ മരിച്ചു ചെയ്തു. ഇപ്പം യൂട്യൂബറായി വലിയ ആളായി സ്വന്തം പെറ്റമ്മാനൊക്കെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചു പോയ സ്വർഗത്തിൽ നോക്കാൻ പറ്റില്ല. അപ്പം എന്താ പാട്ട്, അതിനൊക്കെ വല്യമ്മക്ക് ഭാഗ്യമുണ്ട്. ഓ എന്താ ഭാഗ്യം. അപ്പം പുട്ട് തിന്നല് നിങ്ങൾ പുട്ട് കഴിച്ചോളെ മക്കളെ. വല്യമ്മ പലതും പറയും, തള്ളായി വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും. തിന്നാൻ പോണില്ല, മനസ്സിന് ഇടങ്ങേറാണ് മക്കളെ. ഇതാ സുന്ദരി വണ്ണു കേശല അതിൽ ചർച്ചില്ലേ, അപ്പോൾ എടുത്ത് തിന്നൂടെ എന്നാ വേണമെങ്കിൽ. അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ബതള. എനിക്ക് വലിയ കാക്കറിയാ അലാസ്റ്റിക് അത്ര. ഇന്നലെ ഞാൻ കാക്കനോട് വെച്ച് എത്ര ഇഞ്ച് ചെരുപ്പിന് എന്ന് പറഞ്ഞപ്പോഴേ അതെങ്ങനെ ചിരിച്ച് കോമാളി കാട്ടുക. കൊടുന്നൂട് VKC കൊടുത്തതാരും. വല്യമ്മ സുന്ദരിയാണല്ലേ, എല്ലാവരും പറയണ്ടത് വല്യമ്മ സുന്ദരിയാണ്. സുന്ദരിയൊക്കെ തന്നെയാണ്. പണിക്ക് പോകുമ്പോൾ കരിവാൾ ഇപ്പോൾ ഇങ്ങനെ കൂടിയിൽ ഇങ്ങനെ കാറ്റും വെയിലും കൊള്ളാതിരിക്കല്ലേ, അപ്പോൾ സുന്ദരിയാണ്. ഇടയ്ക്കൊരു കുസുമ്പും കാട്ടും ഇങ്ങോട്ടും. ഇന്നെന്നെ കണ്ടില്ലെങ്കിലും എന്നെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ വല്യമ്മക്കും. ഞാൻ എപ്പോഴും പോയാൽ വരാൻ വെക്കിയാൽ ഭയങ്കര സങ്കടവും. എന്താ അറിയാം, പ്രായമായ ആൾക്കാരൊക്കെ തന്നെ ദേഷ്യപ്പെടും ചെയ്യും, അതുപോലെ നോർമലാവും ചെയ്യും. ലിഫ്റ്റ് കിട്ടമാതിരി ചുണ്ടൊക്കെ ചോക്കണല്ലോ. ഔ സുന്ദരിമാണ്, സുന്ദരി വല്യമ്മയാണ് ഉമ്മ പ്രിയപ്പെട്ട ഉമ്മയാണ്. എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഉമ്മയാണെന്ന്. പടച്ചോനെ മാഷാ അല്ലാ, ചായ ഇരിക്കുവാണ്ടേ. എൻ്റെ പുട്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ കുട്ടി